മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ദേശീയ താരങ്ങളെ വളർത്തിയെടുത്ത വയനാട് കുപ്പാടിയിലെ കടമാൻചിറ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഏഷ്യൻ ഗെയിംസ് താരം ബിജി വർഗീസ് ഉൾപ്പെടെയുള്ളവർ നീന്തിക്കയറിയ ഈ കളരി ഇന്ന് അവഗണന കൊണ്ട് ശ്വാസം മുട്ടുകയാണ്. സംസ്ഥാന മത്സരങ്ങൾക്കടക്കം വേദിയായ ഈ ചിറ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. നഗരസഭ ഏറ്റെടുക്കാൻ തയ്യാറായെങ്കിലും സ്പോർട്സ് കൗൺസിലിന്റെ നിലപാട് ഇവിടെ നവീകരണ പരിപാടികൾക്കൊക്കെ തടസ്സമാവുകയാണ്. നിരവധി ദേശീയ താരങ്ങളെ വാർത്തെടുത്ത ജില്ലയിലെ കടമാഞ്ചിറ നീന്തൽക്കുളം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 2 കിലോമീറ്റർ അകലെ കുപ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്ത നീന്തൽക്കുളമാണ് അവഗണന നേരിടുന്നത്. 2010 ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ബിജി വർഗീസ് ഉൾപ്പെടെയുള്ള 13ഓളം നീന്തൽ താരങ്ങളാണ് ഈ ചിറയിൽ നീന്തി ദേശീയ തലത്തിലേക്ക് ഉയർന്നത്. 60 മീറ്റർ നീളവും 33 മീറ്റർ വീതിയുമുള്ള ചിറയുടെ നീളം മത്സരങ്ങൾക്ക് വേണ്ടി 50 മീറ്ററായി കുറച്ചു. ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കി. 2 തവണ സംസ്ഥാന അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ഈ ചിറയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകളുടെ പിറവിക്കും ഈ ചിറ സാക്ഷിയായി. എന്നാൽ ഇന്ന് ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് സമീപവാസികൾ പറയുന്നു. ഇന്നിപ്പോൾ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊരു നാഥനില്ലാ കളരിയാണ്. മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലാണ്. സ്പോർട്സ് കൗൺസിൽ വിട്ടുകൊടുക്കുകയാണ്, മുനിസിപ്പാലിറ്റി ഫണ്ട് വയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് വിദേശത്തു നിന്നടക്കമുള്ള ആളുകളൊക്കെ വൈകുന്നേരങ്ങൾ ഇവിടെ വന്ന് കാണുന്നുണ്ട്. ടൂറിസ്റ്റിന് പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. ആ രീതിയിൽ പോലും ഈ ഒരു പിന്നോക്ക ജില്ലയായ വയനാടിനൊരു മുതൽക്കൂട്ടാക്കി മാറ്റാവുന്നതാണ്. സംസ്ഥാന സർക്കാർ ഇതിന് ഒരു ശക്തമായ നടപടിയെടുത്ത് ഇത് ഈ കടമാഞ്ചിറ രക്ഷപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത്. കടമാഞ്ചിറ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പറയുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തീരുമാനം ആയില്ല. സുൽത്താൻ ബത്തേരി നഗരസഭ ചിറ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നെങ്കിലും സ്പോർട്സ് കൗൺസിൽ വിട്ടുനൽകാൻ തയ്യാറായില്ല. ഇവിടെ നീന്തൽ പരിശീലിക്കുന്നവർക്ക് ഏത് സാഹചര്യത്തിലുള്ള നീന്തൽ കുളത്തിലും നീന്താൻ കഴിയുമെന്നും നീന്തൽ പരിശീലനത്തിന് ഏറ്റവും അനുയോജ്യമായ ചിറയാണ് കടമാഞ്ചിറയെന്നും മുൻ ദേശീയ നീന്തൽ താരവും അധ്യാപികയുമായ ബിജി വർഗീസ് പറഞ്ഞു. കടമാഞ്ചിറയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ്. വയനാട് ജില്ലയിൽ മറ്റൊരു പരിശീലന കേന്ദ്രം ഇപ്പോഴും ഇല്ല, പണ്ടുമില്ല. എന്നാൽ പണ്ടത്തെ കാലത്ത് നാച്ചുറലായിട്ട് ഫ്ലോ ഉണ്ടായിരുന്ന സമയത്ത്, ഒഴുക്കുണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സെൻറ്റർ ഇപ്പോൾ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നീന്തൽക്കുളത്തിന്റെ നവീകരണത്തിന് സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്.